വെൽക്കം ബാക്ക് ടു സീലസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് പാന് ചൂടാക്കിയിട്ടെടുക്കാം. അതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതിയാകും. ഇതൊന്ന് വാട്ടിയെടുക്കാനുള്ള വെളിച്ചെണ്ണ മതി. ശേഷം നമുക്ക് അതിലോട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടെടുക്കാം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം. ശേഷം നമുക്ക് അത് ഒരു അരികിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ വളരെ തിന്നായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളൂ. കാരണം നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് വാടി കിട്ടിയാൽ മതി, നന്നായിട്ട് വാട്ടിയെടുക്കേണ്ട കാര്യവും ഇല്ല. അപ്പം നമുക്ക് ഇതൊന്ന് വാടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് തക്കാളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ തക്കാളിയും ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം എരിവ് വേണം നമ്മുടെ ചട്നിക്ക്, എങ്കിലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവർ എരിവ് കുറയ്ക്കുക. പക്ഷേ എരിവ് കൂടുതൽ നിൽക്കുന്നതാണ് എപ്പോഴും ഇതിൻ്റെ ടേസ്റ്റിൽ കൂട്ടുന്നത്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഞാനിതാ ഇവിടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു കഷ്ണം പോലും അതിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുമില്ല. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. ശേഷം നമുക്ക് എണ്ണയിലോട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ അരപ്പിലോട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് വറവ് ഇട്ടതിലേക്ക് നമുക്ക് ഇങ്ങോട്ട് അരപ്പ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം. വളരെ സിമ്പിളാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ദോശയിലേക്കോ അപ്പത്തിലേക്കോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു.